അപ്പം ഞങ്ങൾ ഒതലങ്ങാത്തിരത്ത് കാണാൻ വേണ്ടി വന്ന കേട്ടോ, ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട്. ഇതെന്തുവാ? ഞണ്ടുണ്ടോ? അതോ പോയി, ഞണ്ട് കൂടെ പോയി. ഹലോ, വലിയ നോക്ക് ശംഖ്. ഇതാ കണ്ടൽക്കാടിലെ ഇതിൻ്റെ വേരില്ലേ, എന്താ പറയുക, ഇങ്ങനെ മേലോട്ട് നിൽക്കും. ഇതിൻ്റെ വേര് താഴോട്ട് ഇറങ്ങില്ല. ചെറിയൊരു ചേറിൻ്റെ സ്മെല്ലുണ്ട്. ഇതിൻ്റെ ഇടയിലില്ലേ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഇതിന്ന് വരുന്നെന്നൊക്കെ പറയുന്നത്. കണ്ടോ, പാമ്പുണ്ടാവോ? ആ, ഒരു നിഗൂഢമായ പ്ലേസ് പോലെ ഉണ്ട് കേട്ടോ. സീരിയസ്ലി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് പേടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അയ്യോ, ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ, കാല് നനയും. ചെരുപ്പ് ഊരണോ? ആ, ചെരുപ്പ്, എൻ്റെ ചെരുപ്പ് ഉണ്ടല്ലോ. ഉണ്ട് കേട്ടോ. കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെ ഒരു യാത്ര. അതിനുണ്ട് ഇത്ര കാലം ഇവിടെ താമസിച്ചിട്ട് ഇത് കണ്ടില്ല എന്ന് പറഞ്ഞ. ഷേ, നൈസ് നൈസ് എക്സ്പീരിയൻസ്. ഞാൻ പിടി 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 ആ വഴി. കണ്ടൽക്കാടിൻ്റെ പൂവ് നല്ല രസമുണ്ടല്ലേ. സ്മെല്ല് എന്താ നോക്കാം, നല്ല നോക്കാം. കുഴപ്പമില്ലാത്ത സ്മെല്ല് തന്നെയാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല സ്മെല്ല് തന്നെയാണ്. ഇവിടെ ഒരു 40-49 വീടുകളുണ്ട്, താമസമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു കണ്ടൽക്കാടിൻ്റെ അപ്പുറത്താണെന്നാണ് പറയുന്നത്. അതെ, കണ്ട ദൂരെ ഒരു ചേട്ടനൊരു മോന് നടക്കുന്നുണ്ട്. അവരുടെ വീട് അവിടെയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 7 പേര് 8 പേര് താമസം മാറി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അവരുടെ വിശേഷങ്ങളും പറഞ്ഞ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നല്ല രീതിക്ക്. എവിടെ എവിടെ? ആ റെഡോ? ഞണ്ട് കുട്ടന്മാർ നിൽക്കണുണ്ടോ? എന്തൊക്കെയോ നിറയുണ്ട് അവിടെ. കണ്ടോ അതിൻ്റെ അടുത്ത്? ഇത് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ? കരഞ്ഞുണ്ടോ? അതിനൊരു കാലില്ല, കണ്ടോ? കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് ഇവിടെ, നല്ല രസമുണ്ട് കാണാൻ. ഫിഷറീസോ? ആ, അത് എന്താ ഇപ്പഴാർക്കെയോ? ഓ, ഇത് ഈ ഭാഗമൊക്കെ ഇങ്ങനെ ചളിയും കൊണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് ട്രാവലിംഗ് മാർഗം എന്ന് പറയാന്ന് വെച്ചാൽ ഈ ഒരു വേ തന്നെ ഉള്ളൂ. ഞായറാഴ്ചയൊക്കെ എന്താ ആ ഒരു സൈഡിൽ കൂടെ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു എൻട്രൻസിൻ്റെ അത് കൂടെ എന്താ ബോട്ടിംഗ് സർവീസാണ് ഉള്ളത്. പഞ്ചായത്തിൻ്റെ ആണ്, അതെനിക്കറിയില്ല. ബോട്ടിംഗ് പഞ്ചായത്തിൻ്റെ കടത്ത് വണ്ടിയില്ലേ, കടത്തുവള്ളം. ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് അതില്ലാത്തത്. എന്ത് പാലോ? ആ, പാലം അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കണ്ടൽ തെയ്യോ? അത് താഴെ വീണ് ഇങ്ങനെ നിൽക്കും. അത് കാണിച്ചു തരാനാണ് എങ്കിൽ അതൊക്കെ എന്തെങ്കിലും ഉണ്ടോ കാണിച്ചു തരാം. ആ കായല്ലേ, അതാണ് അടുത്തൊരു മരമായിട്ട് വരുന്നത്. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ
ഇങ്ങനെ കാഴ്ച കൊണ്ടിരുന്ന അങ്ങനെ കുത്തി നിൽക്കും. അതാണ് അടുത്തൊരു ഇതായിട്ട് അത് പിന്നെ കിളിച്ച് ഇനി അതവിടെ കിളിക്കും. ഇനി അതവിടെ കിളിച്ചത്. അതൊരു ആ ഒരു ആളുണ്ട് കണ്ടത് എങ്ങനെയാണ് കിളിക്കുന്നത് എൻ്റെ അറിവ്. നല്ല അറിവുള്ള ആളാ എന്നൊക്കെ പറയാം. ഒരു വീഡിയോ കണ്ടുള്ള അറിവാ. സത്യം 10-30 വർഷം ഇവിടെ താമസിച്ച മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഇതുവരെയായിട്ട് ഈ ഭാഗത്ത് വന്നിട്ടില്ല. പുതിയത് അല്ലേ, പുതിയ സാപ്ലിങ്സ് ഉണ്ടാവും. സംഭവം നല്ല അടിപൊളി ഏരിയ കേട്ടോ, കാണാൻ അടിപൊളിയാണ്. പക്ഷേ ഇത്തിരി ഇതുള്ള തന്നെയാണ്. പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഈ കാര്യങ്ങൾ. പറ്റുമെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ ഏട്ടാ? ഇതൊന്ന് വന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഒതളങ്ങാത്തുരുത്ത് വന്നിട്ട് ഒരു വെബ് സീരീസ് ആണോ അത്? വെബ് സീരീസ് കണ്ട ഒരുവിധം എന്താണ് ഒതളങ്ങാത്തുരുത്ത് എന്നുള്ള കാര്യം, അവിടെയുള്ള നാട്ടുകാരുടെ ജീവിത രീതി, ആ ഒരു ലൈഫ് സ്റ്റൈൽ, എങ്ങനെയാണ് അവർ ട്രാവലിങ്, എങ്ങനെയാണ് അവർ കാര്യങ്ങൾ എല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ എല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഏരിയ ആണ്. ആ ഒരു ഏരിയ കണ്ടില്ല, അവിടെ കായലാണ് അത് കൂടെ പോകുന്നത്. ഇവിടെ നമുക്ക് റോഡ് സർവീസ് ഇല്ല. നമ്മുടെ കടത്ത് വണ്ടി, വെള്ളം, ബോട്ട് അതെല്ലാം തന്നെ യൂസ് ചെയ്യണം ഈ ഭാഗത്തൂടെ. ആ ഒരു അച്ഛൻ പോയൊരു വഴി കൂടെയാണ് ഇത്. ഒരു ചെറിയൊരു പാലം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുവിധം ശോകമാട്ടോ ഇത് കയറാൻ. എൻ്റെ പൊന്നെ ഉണ്ണേട്ടോ, അന്നേ വാ വാ, എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഒന്ന് ഹെൽപ്പ്. ഇതിലെങ്ങനെ പിടിക്കുക? ഇത് പിടിക്കുക. വാ, ഞാൻ വഴിക്ക് പോവും. അതും കൂടി വീഡിയോയിൽ വരും. കൈ പിടിക്കുക. സൂപ്പർ നൈസ് പ്ലേസ്. ഇതേപോലെ ബോട്ട് സർവീസ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. നമുക്ക് അതിന് വലിയ രീതിക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം എങ്ങോട്ടാ? അവിടെയാണോ വീടുകളോ താമസമൊക്കെ? ഒരു ഒറ്റപ്പെട്ട ഏരിയ അല്ലേ ശരിക്കും പറയുക. സിറ്റിയിൽ നിന്ന് നല്ല രീതിക്ക് ഈ ഒരു ഏരിയ നല്ല രീതിക്ക് ഒറ്റപ്പെട്ട ആ ഒരു പോർഷനാണ് ഈ കരയുടെ പോർഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരു ഭാഗം പറയാൻ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് വെള്ളത്താൽ ചുറ്റപ്പെട്ട. കാരണം അതുകൊണ്ടാണ് ഈ തുരുത്ത് എന്ന് പറയുന്നത്. കറക്റ്റ് ആ ഒരു വെബ് സീരീസിൽ കണ്ട് അറിയാൻ പറ്റും. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ. കാരണം ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കണതിൻ്റെ ഒരു ഗുണം പറയാൻ വെച്ചാൽ അത്രയും മൈൻഡ് റിലാക്സിങ്ങാണ്. പക്ഷേ കുറേയൊക്കെ കാര്യത്തിൽ നല്ല ബുദ്ധിമുട്ടാട്ടോ അല്ലേ? കുറേ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ ഫെസിലിറ്റീസും എത്തുന്നുണ്ട് അവർക്ക് അല്ലേ? ഒരുവിധം ട്രാവലിംഗ് മാത്രമേ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. 49. അതെ, ഫിഷിങ് അങ്ങനത്തെയൊക്കെയാണ് ഇവരുടെ മെയിൻ ജീവിത രീതി വരുന്നത്. പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഏരിയ. നമ്മളിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നമുക്ക് ഇത് വലിയ ഇതൊന്നും നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇതെല്ലാം കാണുമ്പോഴാണ് എന്തുവാ അത് നമുക്ക് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇത്തിരി ടൈം എടുക്കും കേട്ടോ. എൻ്റെ മൈൻഡ് സെറ്റിൽ ഞാൻ അതേ പറയുള്ളൂ. പക്ഷേ എല്ലാം ഒന്ന് എൻജോയ് ചെയ്യണം, ഇതെല്ലാം കാണണം എല്ലാവരെയും. ഒതളങ്ങാത്തുരുത്തുകാരുടെ ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറയുക വെച്ചാൽ യാത്രാ സൗകര്യം ഇല്ലാത്തതിന് അത് കുറവാന്ന് മാത്രം. അല്ലാണ്ട് വേറെ പ്രശ്നം അവർക്ക് വരുന്നില്ല. ഈ രാത്രി സമയങ്ങളിൽ അവർ യാത്ര പറയാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഞങ്ങൾ അവരിൽ കുറച്ച് പേരെ കണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ട്രാവലിംഗ് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, ബാക്കി എല്ലാ സൗകര്യങ്ങൾക്കും അവർ എത്തുന്നുണ്ട്, അവൾക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല, ഇലക്ട്രിസിറ്റി, ഫുഡ് ഫെസിലിറ്റി അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ടെന്നാണ് പറയണത്. അവിടെ എന്തൊക്കെ പരിപാടിയാണ്. അപ്പോൾ അടിപൊളിയാണ്. ഒരുവിധം എല്ലാവർക്കും സ്വന്തമായിട്ട് വെള്ളമുണ്ട്. അത് കാരണം അവർ ഇവിടെ വന്ന് കുറച്ച് ആ ഒരു പോർഷൻ മാറി അവർ അവിടെ കെട്ടിവെക്കുന്ന അങ്ങനെ ഒക്കെയാണ് ട്രാവലിംഗ്. പിന്നെ വെള്ളമില്ലാത്തവരുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ രാത്രി മഴ പെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം കുറച്ച് ഒട്ടും ചിന്തിക്കാൻ പറ്റില്ല. കാരണം നല്ല മഴയും കാറ്റും വെയിലുള്ള സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ആ കാര്യത്തിൽ. ഒറ്റപ്പെട്ടു പോവും. ഈ ഒരു പോർഷൻ പറയുക ഭയങ്കര ഒറ്റപ്പെട്ടു പോകുമെന്നാണ് തോന്നുന്നത്. അത് സീരിയസ്ലി അത് അനുഭവിച്ചവർക്ക് അതെന്താന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് യൂസ്ഫുൾ. എന്നേലും കൊല്ലം വരുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്ന് കാണണം, ഒതലങ്ങാതുരുത്തൊക്കെ വന്ന് കാണണം ഞാൻ പറയുന്നു. ഞാൻ മാത്രമല്ല പറ, അങ്ങനല്ല, പറ എല്ലാവരോടും പറ, ഇവിടേക്ക് വിളിക്കും, നിങ്ങളുടെ ഞങ്ങളുടെ നാട്ടുകാരെ എല്ലാവരും വിളിക്കും. അപ്പം എത്രയും പെട്ടത് കൊല്ലത്തോട്ട് വരിക. കൊല്ലത്ത് കണ്ട് ഞാനിപ്പോഴാർക്കാണ് കാര്യമില്ല. ഇനി ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഞാൻ കാണിച്ചുതരാം, അത്രേ ഉള്ളൂ. ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയില്ലേ, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചുതരാം. ഒരു ഇത് എന്നെ കൊണ്ടാവുന്ന എല്ലാ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ കൂടെ നിങ്ങളും കുടിക്കോ, അല്ലേ ഏട്ടാ? തീർച്ചയായിട്ടും. അപ്പോൾ കാണിച്ചു തരാം. നമുക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ മെയിനായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പറ്റുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻജോയ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ വിളിച്ചോണ്ട് പോട്ടെ ഇതിന്. ഓക്കെ, ബൈ ബൈ ബൈ. പറക്കുന്നില്ല കേട്ടോ, പറപ്പിക്ക്. ഒന്നുകൂടി ഒന്ന് പറക്കട കുട്ടാ പ്ലീസ്.